അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ഇതേ ഞാൻ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വാടി വരണം. അത് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട്. ഒരു വിധം ഹാഫ് വേവായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലോട്ട് കോരിയെടുക്കട്ടെ. ഇതിലോട്ട് തന്നെ ഇതുപോലെ നുറുക്കിയ വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ലേശം ഒരു പിഞ്ച് ഉപ്പൊടി ഇതിലും തൂക്കി കൊടുക്കണം. ഒത്തിരി ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ഇതും അതുപോലെ തന്നെ നല്ലപോലെ വഴറ്റിയിട്ട് ഒന്ന് ഇതും ഹാഫാക്കി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പം ഇതും ഒരു ഹാഫ് ആയിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതും ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. വീണ്ടും ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ല പോലെ ഇതിൽ കിടന്നിട്ടൊന്ന് വാടി വരണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതിലോട്ട് ഞാനൊരു നല്ല വലിയ പഴുത്ത തക്കാളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പൾപ്പാക്കിയത്. ഇതിലോട്ട് കുറച്ച് ഉപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ ഇട്ടതാണ് എങ്കിലും. പിന്നെ നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കട്ടെ. ഇതൊന്ന് നല്ല പോലെ ഇതിൽ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതിൽ നല്ലപോലെ കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വഴുതനങ്ങയും ഇതുപോലെ തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കട്ടെ. അപ്പം നമ്മളുടെ കണ്ടില്ല, കാണാൻ തന്നെ എന്ത് രസമാണ്. എന്താ പറയുക, ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത്. അപ്പം ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ട് ഇറക്കാൻ നേരത്ത് കുറച്ച് പച്ചമുളക് ഇതുപോലെ അങ്ങോട്ട് തൂക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണം, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.